ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഫംഗ്ഷന് പോകുമ്പം ചെയ്യുന്ന ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി കൂടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തു. അതിനുശേഷം കളർ കറക്റ്ററാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കലകളും കുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഫേസിൽ. കാരണം ഇതുപോലെയുള്ള കുറേ ക്രീമുകളും ഒക്കെ പലതും എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് കലകളും കുരുക്കളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ വെയിൽ കൊള്ളാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ എൻ്റെ ഒരു സ്കിന്നിൽ കാണാനുണ്ട്. അപ്പം ഇതൊക്കെ കളയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും പാടെ കൂട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരാഴ്ചയെങ്കിലും ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന കലകളും കുത്തുകളും കരിവാളിപ്പും എല്ലാം മാഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷനും അതുപോലെ സ്ട്രോപ്പ് ക്രീമും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഒരു ഗ്ലോവിങ് സ്കിന്നായിട്ട് മാറും കേട്ടോ. അതുപോലെ തന്നെ ഞാനിതിൽ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും നന്നാവുക കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. അത് ഫുള്ളായിട്ട് കഴുത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെവികളിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലഷാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഞാൻ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഹൈലൈറ്ററാണ് ഇട്ട് കൊടുക്കുന്നത്. അതും വളരെ കുറച്ചാണ്. അപ്പോൾ ഹൈലൈറ്റർ നമുക്ക് നമ്മുടെ കവിളിലും അതുപോലെ മൂക്കിൻ്റെ തുമ്പിലും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലഷും അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇട്ടെടുക്കുന്നത്. അതിനുശേഷം ഐബ്രോ വരച്ചു കൊടുക്കുകയാണ്. ഐബ്രോയും നല്ല തിന്നായിട്ടാണ്, വളരെ തിന്നായിട്ടാണ് ഐബ്രോ വരച്ചെടുക്കുന്നത്. അതിനുശേഷം ഐലൈനർ ഇട്ട് കൊടുക്കുകയാണ്. കണ്ണിന് മുകളിലും താഴെയും ഐലൈനർ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്കിന് മുൻപായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായതുകൊണ്ട് തന്നെയാണ് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടില്ല. ശേഷം ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഈ ഒരു പൗഡർ തട്ടിക്കളയുക. അപ്പോൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റർ പോർഷൻ എടുത്തു. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് മുടിയെടുത്ത് വെച്ചു. അതിനുശേഷം ബാക്കിലേക്ക് കുറച്ച് മുടിയെടുത്തിട്ട് ബാക്ക് കോംബ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഫ്രണ്ടിലുള്ള മുടി ബാക്കിലേക്ക് എടുത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലേക്ക് എടുത്ത് കെട്ടുമ്പോൾ കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മുടി ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം അവിടെ ഈർക്കിളി സ്ലൈഡ് എടുത്തിട്ട് അവിടെ കുത്തി കൊടുക്കുകയാണ്. ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം അതവിടെ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു മുടി ബാക്കിലേക്ക് എടുത്ത് കെട്ടുകയാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ മുടി തോന്നിക്കും, അല്ലെങ്കിൽ ഇത് പതിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മുടിയൊക്കെ ബാക്കിലേക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് ടിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ചെറിയ മുടികൾ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മുടിയാണ് എടുത്തിട്ട് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം മുടി സെറ്റ് ചെയ്യുക. ശേഷം ഞാൻ കമ്മലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഇതുപോലെയുള്ള കമ്മലൊന്നും ഇടാറില്ല. ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതുപോലത്തെ കമ്മലുകൾ ഇടാറുള്ളൂ. മാല ഞാൻ ഇടുന്നില്ല. കാരണം ഈ ഒരു ടോപ്പിൽ ഒരുപാട് വർക്കുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് മാല ഇടാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ മാല ഇടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഈ ചെയ്തതൊക്കെ എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്നുള്ളത് അറിയില്ല. കാരണം എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. കഴിയുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. സ്കിൻ കെയറും ഹെയർ കെയറൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്തു പോരുന്നത്. അപ്പോൾ എനിക്കിവിടെ ചെറിയൊരു പാർലറുണ്ട്. ഞാൻ പാർലർ തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ പാർലറിലെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഫേഷ്യലും കാര്യങ്ങളും ഹെയർ സ്മൂത്തനിങ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പുകൾ, മേക്ക് ഓവറുകൾ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ. താങ്ക് യു.